ആദ്യം തന്നെ എല്ലാവർക്കും ദീപാവലി ആശംസകൾ കേട്ടോ. അപ്പം നമുക്ക് ദീപാവലി ആഘോഷിച്ചാലോ? നമ്മുടെ അക്കരത്തെ വീട്ടിലെ കമ്പക്കെട്ടാവട്ടെ ആദ്യം. എല്ലാ വർഷവും നല്ല രസമാണ് കേട്ടോ അവിടുത്തെ ദീപാവലി ആഘോഷം കാണാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളാണ് ഇത്രയും കേട്ടോ. നമുക്ക് വാപ്പ വാങ്ങി തന്നതാണ് ഇതെല്ലാം. അങ്ങനെ നമ്മൾ ഇത് വെച്ചിട്ടാണ് ഇന്ന് ദീപാവലി ആഘോഷിക്കാൻ പോകുന്നത്. അപ്പം തുടങ്ങിയാലോ? ആദ്യം റെജീനയുടെ കൈ കൊണ്ട് തന്നെ തിരികൊളുത്തി കളയാം. അങ്ങനെ അവൾ തന്നെ ഒരു പൂക്കുറ്റി കത്തിച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിപ്പൂട്ട് എന്ന് പറയുന്ന ഒരു സാധനത്തിന് തിരി കൊളുത്തിയിട്ടുണ്ട്. അതാണെങ്കിൽ ഒരുമാതിരി തെറിച്ച് പോവുകയാണ് കേട്ടോ. അപ്പം മതിലല്ല ഗേറ്റിലോട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നേ കാണാനായിട്ട്. പിന്നെ അതിലും എല്ലാവരും മാറിയും തിരിഞ്ഞ് പിള്ളേർ ഓരോരുത്തരായിട്ട് ഇതാ ഈ മത്താപ്പൂ ഇങ്ങനെ വെച്ച് കേട്ടോ. എനിക്ക് ഈ മത്താപ്പൂ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കത്തിക്കുന്നത് കാണാം. കമ്പിത്തിരിയും മത്താപ്പൂ ഒക്കെ സൗണ്ട് ഇല്ലാത്ത സാധനങ്ങളാണല്ലോ, അതാണ് എനിക്കിഷ്ടം. ഈ പടക്ക് അമിട്ട് അങ്ങനെയുള്ള സാധനങ്ങളോട് എനിക്ക് ഒരു താല്പര്യമില്ല കേട്ടോ. ദീപാവലി പ്രമാണിച്ച് ഇന്നലെ തന്നെ തോക്കും പൊട്ടാസം വാങ്ങിച്ച ആ നേരം തൊട്ട് ഇവന്മാർ മൂന്നും കൂടെ എൻ്റെ പിറകെ നടന്നു. ഓരോ കാര്യത്തിന് എന്നെ അത് കാണിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. കാരണം പൊട്ടാസ് എനിക്ക് പേടിയുള്ള സാധനമാണ്. ആളുകൾക്ക് കേട്ടാൽ നാണക്കേടായിരിക്കും, പക്ഷേ സത്യം അതാണ്. എനിക്ക് ഭയങ്കര പേടിയാണ് ഈ സൗണ്ടുള്ള ഈ പടക്ക് പോലത്തെ സാധനങ്ങൾ. മഴയാണെങ്കിൽ ഇപ്പം പെയ്യട്ടോ പിന്നെ പെയ്യട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ആകെ ചിന്താഗതിയിലാണ് കേട്ടോ. നല്ല മഴ ഇപ്പം തന്നെ പെയ്യുന്നതായിരിക്കും, അതിനു മുമ്പ് വെച്ച് കളയാമെന്ന് വിചാരിച്ചു. അതിനിടയിൽ ഷമ്മിന് പടക്കം വെക്കുന്നതാണ്. എനിക്ക് ഭയങ്കര പേടിയാണ് ഈ സാധനം. ഞാൻ കയറി ഓടിയിട്ടുണ്ട്, അതിലാണ് വീഡിയോ എടുത്തത്. പിന്നെ അവിടെ ഒരു റോക്കറ്റ് വിക്ഷേപണം നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ റോക്കറ്റ് നമ്മൾ വിക്ഷേപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് വീട്ടിലോട്ട് വന്ന് നല്ല അടിപൊളിയായിട്ട് അപ്പവും ചുട്ട് നല്ല ഒന്നാം തരം ഒരു ഉള്ളിക്കറിയും വെച്ച് അങ്ങ് സ്വാദിഷ്ടമായിട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ അതിലത് അടുക്കള ഇരുന്നതിനെ അങ്ങോട്ട് കഴിച്ചിട്ടുണ്ട്. കഴിച്ച് തീർന്നത് മഴ എടുത്തങ്ങോട്ട് വീത്തിയിട്ടുണ്ട്. അസാധ്യ മഴയായിരുന്നു. റോഡും തോടും ഒക്കെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം മഴ പെയ്ത് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങളിത് ടി വിയും കണ്ട് കാപ്പിയും കുടിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്. ഓക്കെ, ബൈ.